ഇതാണ് പോത്തുങ്കാലിലെ ഏറ്റവും വലിയ അട്രാക്ഷന്. ഇന്ന് നമ്മൾ നല്ല പോത്തുങ്കാലും പത്തിരിയും പാൽക്കപ്പയാണ്. നമുക്ക് ഈ പോത്തുങ്കാലിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. നല്ല വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ നല്ല കട്ടിയായിട്ടിരിക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാനൊരു 3 സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞതാണ്. സവാള ഒന്ന് വഴരാൻ വേണ്ടിയുള്ള കുറച്ച് ഉപ്പിടുകയാണ്. ബാക്കി നമുക്ക് കറി ആകുമ്പോഴത്തേക്ക് ഇടാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 5 പച്ചമുളക് നടുവേ കീറി ഇടുകയാണ്. കറിവേപ്പിലയും കൂടി ഇടുകയാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 3 തക്കാളി പേസ്റ്റ് ആക്കിയതാണ്. മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ്. 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും കൂടി ഇടുകയാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടുകയാണ്. മസാല വേകാൻ വേണ്ടി കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. മസാല നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പോത്തുങ്കാൽ ഞാൻ വാങ്ങിയത് നമ്മുടെ റാത്കോളിലുള്ള FX ബക്കലിൽ നിന്നാണ്. ഇത് മസാലയിലേക്ക് ഇടാവേ. നമുക്ക് ഇത്രയും വലുതായതുകൊണ്ട് ഈ മസാലയൊക്കെ ഇതിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. പോത്തുങ്കാലിൻ്റെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3 മണിക്കൂറോളം നമുക്ക് ടൈം വേണം. ചെറിയ തീയിൽ വേണം ഇത് വെന്ത് വരാൻ. കാരണം ഇതിൻ്റെ മജ്ജൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരണം. അപ്പോൾ നമ്മൾ ഈ ഒരു മസാല ഇതിൽ പുരട്ടിയ ശേഷം നമ്മൾ കുറച്ച് ഇത് മുങ്ങുന്ന രീതിയിലൊരു വെള്ളം ഒഴിക്കുക. കാരണം അത് വെന്ത് വരണമല്ലോ. ചൂടുവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുകയാണ്. ഇനി നമുക്ക് ഇതിനെ അടച്ച് വെച്ച് നല്ല സ്ലോ തീയിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്നു നോക്കാം കേട്ടോ. നമ്മുടെ പോത്തുങ്കാല് നന്നായിട്ട് സെറ്റായി വരുന്നുണ്ടേ. ചാറ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ തേങ്ങ വറുത്തരയ്ക്കുന്നില്ല. അതിന് പകരം ഞാൻ കാഷ്യൂനട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ഇടുകയാണ്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാവേ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുകയാണ്. അങ്ങനെ ഒരു 3 മണിക്കൂറിന് ശേഷം നമ്മുടെ പോത്തുങ്കാൽ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ഗ്രേവി ഇതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ ഒഴിക്കാം കേട്ടോ. ഇത് നമ്മുടെ പോത്തുങ്കാലിലൂടെ കഴിക്കാൻ വേണ്ടി നല്ല പാൽക്കപ്പയുണ്ട്. നമ്മുടെ സ്വന്തം കേരയുടെ ഇതാ ഈ സൈഡിലേക്ക് ഈ പാൽക്കപ്പയും കൂടി ഇടാവേ. അതുപോലെ തന്നെ ഇതിലൂടെ കഴിക്കാൻ നല്ല അരിപ്പത്തിരിയാണ്. നല്ല സോഫ്റ്റ് പത്തിരിയെ. ഇതപ്പോൾ ഒരു പീസ് അങ്ങോട്ട് എടുക്കാം കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇറച്ചി. ഇത്ര നേരം കാത്തിരുന്നത് വെറുതെ ആയില്ല. നമ്മുടെ പാൽക്കപ്പയുടെ കൂടെ നല്ല സോഫ്റ്റ് പത്തിരി ഉണ്ട്. ഈ ചാറിനകത്ത് ഇങ്ങനെ മുട്ടിയിട്ട് ഈ ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ട് ഒന്നും പറയാനില്ല. ഇനിയാണ് നമ്മൾ പോത്തുങ്കാലിൻ്റെ ആ ഒരു മെയിൻ സാധനം എടുക്കാൻ പോകുന്നത്. ഇതാ ഇത് കണ്ടോ. അതിനുള്ളിലെ മജ്ജ പത്തിരിയും കൂട്ടിതാ ഇതെങ്ങനെ ഒരു പിടിയും കൊണ്ട് പിടിക്കണം. ഒരു രക്ഷയില്ല. നിങ്ങൾ ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ അടുത്ത എപ്പിസോഡ് കാണാം. ഗുഡ് ബൈ.